ഈ നിലമ്പൂർ ഇപ്പോൾ ഈ സ്വരാജിന് വേണ്ടിയിട്ട് സാംസ്കാരിക കേരളം ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടി നടക്കുന്നു. ഇന്നലെ സ്വരാജിൻ്റെ പഴയ സഹപാഠികളും അധ്യാപകരും ഒത്തുചേർന്നു. അത് ആ സംഗമം KR മീര ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൽ എന്താ വെച്ചാൽ നോക്കൂ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFന് പ്രത്യേകിച്ച് CPMന് ഒരു സ്റ്റോറി ബോർഡുണ്ട്. എല്ലാ സമയത്തും അവരുടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന്. അതിൽ എപ്പോഴും നടക്കുന്ന പരിപാടിയാണിത്. ഈ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ, എഴുത്തുകാർ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഒന്നിച്ചു ചേർക്കുക, അവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പിന്തുണക്കുക. കഴിഞ്ഞ തൃത്താലയിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത്, MP രാജേഷിന് വേണ്ടിയിട്ട്. അവിടെയും KR മീര തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ CPM സ്ഥിരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വലിയ മെച്ചം ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ നമ്മുടെ നാട്ടിലെ എഴുത്തുകാരും സാഹിത്യകാരെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ വോട്ട് പോലും സ്വാധീനിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സുകുമാർ അഴീക്കോട് മത്സരിച്ച് തോറ്റിട്ടുണ്ട്, അറിയില്ലേ? കേരളത്തിൽ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതിനേക്കാൾ തോറ്റ അനുഭവമാണ്. ONV കുറുപ്പ് മത്സരിച്ച് തോറ്റ ആളല്ലേ? തോറ്റ അനുഭവമാണ്. അതുകൊണ്ട് ജയിച്ചവരുണ്ട്, പക്ഷെ ജയിച്ചവരെക്കാൾ തോറ്റവരാണുള്ളത്. അത് ഞാൻ പറയാം. അതുകൊണ്ട് എഴുത്തുകാരായത് കൊണ്ടല്ല അവർ ജയിക്കുന്നത്, അത് വേറെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായി വോട്ട് വർദ്ധിക്കുമെന്നോ അങ്ങനെയൊന്നും അതിനൊന്നും കാര്യമില്ല. പക്ഷേ ഒരു പെർസെപ്ഷൻ ബിൽഡിങ്, അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരെ കൊണ്ടുവരിക, പ്രസംഗിപ്പിക്കുക, അത് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റോറിയാക്കുക, റീലിടുക എന്നുള്ളതാണ് നടക്കുന്നത്. അത് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, രാഷ്ട്രീയ മുന്നണിക്ക് നിശ്ചയമായിട്ട് അവകാശമുണ്ട്. അതിൽ പോകാനും പ്രസംഗിക്കാനും ആ സ്ഥാനാർത്ഥിയുടെ മഹത്വം പറയാനും. എന്താണ് സ്വരാജ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഒരാൾക്ക് തുല്യമാണ്, അതൊരു സുഗന്ധമൂറുന്നൊരു പൂവാണത് എന്നൊക്കെ പറയാൻ സാഹിത്യകാരന്മാർക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ട്രോളിങ് നിരോധനം ഇതിന് ബാധകമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അത് വെച്ച് ട്രോളാനും പറ്റും. അത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എഴുത്തുകാർ വന്ന് ക്യാമ്പയിൻ നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നു വിചാരിക്കുക. അവരെന്താണ്, കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു ഭാഗം ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചേരുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള, അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നുള്ള നിലക്ക് അവർ സാമാന്യമായിട്ട് അനുഭവിക്കുന്ന പ്രിവിലേജുകളുണ്ടാവും. ആ പ്രിവിലേജ് പിന്നെയും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം വെയിലത്ത് നിൽക്കണം. സാഹിത്യകാരൻ, എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു തണലാണ്, പലതരം പ്രിവിലേജുകൾ കിട്ടും. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയും പിന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്ന തണലത്ത് ആ പ്രിവിലേജിൽ നിൽക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടും പാടെ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ ആളുകൾ അതിനെ എതിർക്കും, അതിശക്തമായി വിമർശിക്കും. ഇപ്പുറത്തുള്ള ആളുകൾ അതിശക്തമായി എതിർക്കും. അപ്പോൾ എന്താണ്, സാഹിത്യകാരന്മാരെ വേട്ടയാടുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇത്തരം വാദങ്ങളായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് പവർ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇതാണ്. പവർ പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് ദയാരഹിതമായ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെ ഇടമാണ്. അതിലേക്ക് വരികയും ആ ഒരു കളിയുടെ ഭാഗമാകുകയും ചെയ്യുമ്പോൾ ആ കളിയുടെ നിയമങ്ങളെല്ലാം എഴുത്തുകാർക്കും ബാധകമായിരിക്കും. അവിടെ എങ്ങനെ വിമർശിക്കപ്പെടുന്നു, എങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ടോ, എങ്ങനെ പരിഹസിക്കപ്പെടുന്നു, എങ്ങനെ ട്രോളപ്പെടുന്നുണ്ടോ, അതൊക്കെ സംഭവിക്കും. അത് വരുമ്പോൾ എഴുത്തുകാരെ എങ്ങനെയാക്കുന്നു, അപമാനിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു, സൈബർ ലഞ്ച്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വെയിലത്തിറങ്ങി കളിക്കാൻ തീരുമാനിച്ചാൽ ആ വെയിൽ കൊള്ളാൻ സന്നദ്ധമാണ്. അത് ആരോഗ്യകരമായ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. കാരണം ഈ സാംസ്കാരിക ലോകമായിട്ട് മറ്റ് പാർട്ടികളെക്കാൾ കൂടുതൽ എൻഗേജ്മെൻ്റ് ഉള്ളത് CPMനാണ്. പുരോഗമന കലാ സാഹിത്യ സംഘമുണ്ട്. പിന്നെ അത്തരം ആളുകളായിട്ട് എൻഗേജ് ചെയ്യുന്ന ആ ബന്ധം നിലനിർത്തുന്നതിലും അതിൻ്റെ ഒരു മെക്കാനിസം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ കൊണ്ടുവരാൻ സാധിക്കുന്നതിനേക്കാൾ എഴുത്തുകാരെ കൊണ്ടുവരാൻ, സാഹിത്യകാരന്മാർക്ക് കൊണ്ടുവരാൻ പറ്റും. അത് LDFനുള്ള ഇതാണ്. പിന്നെ നിലമ്പൂരിൻ്റെ സവിശേഷമായ എൻ്റെ ഒരു സങ്കടം ഇത് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഒരാളാകാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ച് നോക്കിയ ഒരാളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതിനുവേണ്ടി ഈ പറയുന്ന എഴുത്തുകാരുടെ, സോക്കോൾഡ് ലിബറൽ പുരോഗമന എഴുത്തുകാരുടെ പിന്തുണയൊക്കെ കിട്ടാൻ വേണ്ടി സെൽഫ് ഹേറ്റിംഗ് ഫിലിംസ് എടുത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ അവിടെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്.